നമസ്കാരം. സാംസങ് കഴിഞ്ഞ ദിവസം അതായത് ഓഗസ്റ്റ് 5-ാം തീയതി സാംസങ്ങിൻ്റെ ഗാലക്സി സീരീസിലുള്ള നിരവധി പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയിരുന്നു സാംസങ് ഗാലക്സിയുടെ നോട്ട് 20 സീരീസിലുള്ള സ്മാർട്ട് ഫോണുകൾ. ചെറിയ സ്പെസിഫിക്കേഷനിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ സാംസങ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ സാംസങ്ങും മൈക്രോസോഫ്റ്റുമായിട്ടുള്ള ടൈഅപ്പിൽ ഇതിൽ വളരെ നല്ല കുറച്ച് ഫീച്ചേഴ്സും സാംസങ്ങിന് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള സ്പെസിഫിക്കേഷൻസിലുള്ള മാറ്റങ്ങൾ എന്താണെന്നും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫീച്ചേഴ്സ് എന്താണെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഞാൻ അജു അലോഷ്യസ്, ആൽഫടെക് മലയാളത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കാം. ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് 20 അൾട്രയിൽ ഗ്ലാസ് ബാക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 208 ഗ്രാം വെയിറ്റ് ആണുള്ളത്. അതുപോലെ തന്നെ 8.1 മില്ലിമീറ്റർ വിഡ്ത്തും നമുക്ക് ലഭിക്കുന്നുണ്ട്. നോട്ട് 20 പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബാക്ക് അഥവാ ഒരു പോളികാർബണേറ്റ് ബാക്കാണ് നമുക്ക് ലഭിക്കുന്നത്. വലിയ രീതിയിൽ പ്രീമിയം ഫിനിഷൊന്നും നഷ്ടപ്പെടാത്ത ഒരു പോളികാർബണേറ്റ് ബാക്കാണ് ഇതിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ തന്നെ നോട്ട് 20ക്ക് 192 ഗ്രാം വെയിറ്റേ ഉള്ളൂ. പ്ലാസ്റ്റിക് ബാക്ക് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 8.3 മില്ലിമീറ്റർ വിഡ്ത്തുമാണ് നമുക്ക് ലഭിക്കുന്നത്. നിരവധി കളർ കോമ്പിനേഷൻസിലാണ് നോട്ട് 20 അൾട്രയും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ സാംസങ് അവകാശപ്പെടുന്നത് അവരുടെ സിഗ്നേച്ചർ കളറായിട്ടുള്ള മിസ്റ്റിക് ബ്രോൺസ് എന്ന് പറയുന്ന വളരെയധികം നല്ല പ്രീമിയം ഫിനിഷ് കിട്ടുന്ന ഒരു നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കളറാണ്. വീഡിയോയിലൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു വെറൈറ്റി തോന്നിക്കുന്ന നല്ല പ്രീമിയം ഫിനിഷുള്ള ഒരു കളറാണ് മിസ്റ്റിക് ബ്രോൺസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് 20ൽ 6.7 ഇഞ്ച് സൂപ്പർ ആമോലെഡ് ഫുൾ എച്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 60 ഹെർട്സ് റിഫ്രഷ് റേറ്റിലാണ് ഈ ഒരു ഡിസ്പ്ലേ റൺ ചെയ്യുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 6ന് ശേഷം ഗൊറില്ല ഗ്ലാസ് വിക്ടസ് എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോട്ട് 20 സീരീസിലുള്ള സ്മാർട്ട് ഫോൺ. നോട്ട് 20 അൾട്രയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.9 ഇഞ്ച് ഡൈനാമിക് ആമോലെഡ് ക്വാഡ് എച്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. 120 ഹെർട്സ് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അതായത് 30 ഹെർട്സ് റിഫ്രഷ് റേറ്റിൽ റൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് 30 ഹെർട്സിലേക്ക് ഡൗൺ സ്കെയിൽ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ പല ഗെയിമുകൾ 90 ഹെർട്സും 120 ഹെർട്സിലൊക്കെ റൺ ചെയ്യുന്ന ഗെയിമുകളാണെന്നുണ്ടെങ്കിൽ 90 ഹെർട്സിലോട്ടും 120 ഹെർട്സിലോട്ടും അപ്പ് സ്കെയിൽ ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് അങ്ങനെ അത്തരത്തിൽ റിഫ്രഷ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതോടുകൂടി അനാവശ്യമായിട്ട് നമുക്ക് ബാറ്ററി നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്വാഡ് ഡിസ്പ്ലേ ആണ് നമ്മൾ എനേബിൾ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് മാത്രമേ ഇത് റൺ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഫുൾ എച്ച് ഡിയിൽ മാത്രമേ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് മുഴുവനായിട്ടും ഇതിൽ റൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്രൊട്ടക്ഷനാണ് ഇതിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ തന്നെ നോട്ട് 20 അപേക്ഷിച്ച് നോട്ട് 20 അൾട്രയ്ക്ക് ഒരു പ്രീമിയം ഫീൽ ലഭിക്കാനായിട്ട് കർവ് ഡിസ്പ്ലേ, മുമ്പത്തെ നോട്ടിലുള്ളതുപോലെ തന്നെ ഒരു കർവ് ഡിസ്പ്ലേ ആണ് നമുക്ക് നോട്ട് 20 അൾട്രയോടൊപ്പം ലഭിക്കുന്നത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 865+ പ്രോസറാണ് US നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിൽ വീണ്ടും സാംസങ് നിരാശപ്പെടുത്തിക്കൊണ്ട് എക്സിനോസ് 990 പ്രോസറാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം സ്നാപ്ഡ്രാഗണിൻ്റെ അത്ര തന്നെ പെർഫോമൻസ് എഫിഷ്യൻസി ഇല്ലാത്ത, ബാറ്ററി എഫിഷ്യൻസി ഇല്ലാത്ത ഒരു പ്രോസറാണ് എക്സിനോസ് 990 എന്ന് പറയുന്നത്. അതായത് ഒരേ വില കൊടുത്ത് നമ്മളൊരു ഫോൺ മേടിക്കുമ്പോൾ കുറച്ചും കൂടെ പെർഫോമൻസ് എഫിഷ്യൻസി ഉള്ള ഫോൺ US കിട്ടുകയും അത്രത്തോളം പെർഫോമൻസ് എഫിഷ്യൻസി ഇല്ലാത്തൊരു സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്ത്യയിൽ ലഭിക്കുകയാണ് ചെയ്യുന്നത്. എക്സിനോസ് സാംസങ്ങിൻ്റെ തന്നെ ചിപ്സെറ്റ് ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് എക്സിനോസ് പ്രോസർ വരുന്ന നോട്ട് 20 സീരീസിലുള്ള സ്മാർട്ട് ഫോണെങ്കിലും അവർക്ക് വില കുറച്ച് വിൽക്കാമായിരുന്നു. പക്ഷേ അവരത് ചെയ്തിട്ടില്ല. സ്നാപ്ഡ്രാഗണിൻ്റെ അതേ വിലയ്ക്ക് തന്നെയാണ് അവർ എക്സിനോസ് സ്മാർട്ട് ഫോൺസും ഇന്ത്യയിൽ അവർ സെയിൽ നടത്തുന്നത്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് Android 10 ആണ് ലഭിക്കുന്നത്. 1 UI റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ സാംസങ് ചെയ്തിരിക്കുന്ന വളരെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് 3 വർഷത്തേക്കുള്ള അപ്ഡേറ്റ്സ് സാംസങ് പ്രോമിസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ സ്റ്റോറേജിലേക്ക് വരാം. സ്റ്റോറേജിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് 20ൽ 128 GB അതുപോലെ തന്നെ 256 GB എന്ന് പറഞ്ഞ 2 വേരിയൻസിലാണ് അവൈലബിൾ ആവുന്നത്. രണ്ടും 8 GB റാമിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മൈക്രോസി സ്ലോട്ട് ഇല്ല, അതുകൊണ്ട് തന്നെ എക്സ്പാൻഡബിൾ മെമ്മറി അല്ല. ഇപ്പോൾ നോട്ട് 20 അൾട്രയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 128 GB അതുപോലെ തന്നെ 256 GB പിന്നെ 512 GB എന്ന് പറയുന്ന 3 വേരിയൻസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 3ഉം 12 GB റാമിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഹൈബ്രിഡ് മൈക്രോ SD സ്ലോട്ടാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും നമുക്ക് നോട്ട് 20 അൾട്രയോടൊപ്പം ലഭിക്കുന്നുണ്ട്. നമ്മൾ പലർക്കും തോന്നിയ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് S20ൽ 16 GB റാം ലഭിക്കുന്നു, പക്ഷേ നോട്ട് 20ൽ 12 GB റാം ലഭിക്കുന്നു എന്നുള്ളത്. നോട്ട് 20ൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ റാം നമുക്ക് ലഭിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചിന്ത നമ്മളിൽ പലർക്കും തോന്നിയിരിക്കാം. അതിന് സാംസങ് നൽകിയിരിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് S20ൽ UFS 3 സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷേ നോട്ട് 20ലേക്ക് വരുമ്പോൾ UFS 3.1 സ്റ്റോറേജാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് സ്പീഡ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ റാമിൻ്റെ അത്രയ്ക്കും ആവശ്യകത അവിടെ വരുന്നില്ല. കൂടാതെ തന്നെ 16 GB ഉള്ള
16 GB റാം ഉള്ള S20-നെക്കാട്ടിലും കുറച്ചും കൂടെ സ്പീഡ് നോട്ട് 20ക്ക് തരാനായിട്ട് സാധിക്കുമെന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. ഇതിൽ സാംസങ് അടുപ്പിച്ചിരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് UWB ചിപ്പ് അഥവാ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് എന്ന് പറയുന്നത്. സ്മാർട്ട് ഫോണിൽ തന്നെ ആദ്യമായിട്ട് UWB ചിപ്പ് കൊണ്ടുവരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോട്ട് 20 സീരീസിലെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടും എന്നാൽ ഫാസ്റ്റായിട്ടും ഫയൽസൊക്കെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ തന്നെ ഉപയോഗപ്പെടുന്ന ഒരു ചിപ്പാണ് UWB ചിപ്പ് എന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നോട്ട് 20ൽ ലഭിക്കുന്നത്. 12 MP മെയിൻ ക്യാമറ, അതുപോലെ തന്നെ 64 MP ടെലിഫോട്ടോ ലെൻസ്, 3x ഒപ്റ്റിക്കൽ സൂം, അതുപോലെ തന്നെ 30x ഹൈബ്രിഡ് സൂം വരെയുള്ള ടെലിഫോട്ടോ ലെൻസാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ ഒരു 12 MP അൾട്രാ വൈഡ് ലെൻസും നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. ഗാലക്സി നോട്ട് 20 അൾട്രയിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലും ഇത്തരത്തിലുള്ള ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. 108 MP പ്രൈമറി ക്യാമറ, അതുപോലെ തന്നെ 12 MP പെരിസ്കോപ്പ് ലെൻസാണ് ലഭിക്കുന്നത്. 5x ഒപ്റ്റിക്കൽ സൂം, അതുപോലെ തന്നെ 50x ഹൈബ്രിഡ് സൂമാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 100x ഹൈബ്രിഡ് സൂമിൽ ഒരുപാട് ഡ്രോബാക്സ് ഉള്ളതുകൊണ്ട് തന്നെ സാംസങ് അത് കുറച്ചുകൊണ്ട് 50x ഹൈബ്രിഡ് സൂം ആക്കിയിരിക്കുകയാണ്. പിന്നീട് ഒരു 12 MP അൾട്രാ വൈഡ് ലെൻസാണ് ഇതിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നത്. രണ്ടും 8K 24 ഫ്രെയിം പെർ സെക്കൻഡ്, അതുപോലെ തന്നെ 4K 30 ഫ്രെയിം പെർ സെക്കൻഡും 60 ഫ്രെയിം പെർ സെക്കൻഡിലുമാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നോട്ട് 20ക്കും നോട്ട് 20 അൾട്രയ്ക്കും 10 MP ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ്, അതുപോലെ തന്നെ 60 ഫ്രെയിം പെർ സെക്കൻഡിലും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നോട്ട് 20ൽ 4300 mAh ബാറ്ററി കപ്പാസിറ്റിയാണുള്ളത്. നോട്ട് 20 അൾട്രയിൽ 4500 mAh ബാറ്ററി കപ്പാസിറ്റിയാണുള്ളത്. രണ്ടിലും ഫാസ്റ്റ് ചാർജിങ് 25 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. കൂടാതെ തന്നെ വയർലെസ് ചാർജിങ്, അതുപോലെ തന്നെ 9 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും നോട്ട് 20ലും നോട്ട് 20 അൾട്രയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തായി നോട്ട് 20നെ മറ്റ് ഫോണിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് S Pen എന്ന് പറഞ്ഞൊരു ഫീച്ചർ. ഈ കൊല്ലം സാംസങ് S Penൽ വളരെ വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 9 millisecond ലേറ്റൻസിയാണ് ടച്ച് റെസ്പോൺസീവ് റേറ്റ് എന്ന് പറയുന്നത്. ലേറ്റൻസി എന്താണെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് നമ്മൾ S Pen ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ വരയ്ക്കുമ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന ഒരു റെസ്പോൺസീവ്നെസ് ഉണ്ട്. അത് കുറച്ചും കൂടെ നന്നായിട്ട് സാംസങ്ങിന് കൂട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആപ്പിൾ പെൻസിൽ ഉപയോഗിക്കുന്നവർക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും. ആപ്പിൾ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സെയിം ലെവൽ ഓഫ് സ്മൂത്ത്നെസ് തന്നെ ഇനി സാംസങ്ങിൻ്റെ S Penൽ കിട്ടുമെന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നോട്ട് 20 അൾട്രയിലാണ് 9 millisecond ലേറ്റൻസി നമുക്ക് ലഭിക്കുന്നത്. നോട്ട് 20ൽ 26 millisecond ലേറ്റൻസിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാലും മുമ്പിറങ്ങിയ നോട്ടിൽ 42 millisecond ലേറ്റൻസിനെക്കാളും ഫാർ ബെറ്റർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ തന്നെ S Penൽ കുറച്ചും കൂടെ ആപ്പ് കോമ്പാറ്റബിലിറ്റി സാംസങ്ങിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പ് ഒക്കെ തന്നെ ഇതിലുണ്ട്. പിന്നീട് സാംസങ്ങിൻ്റെ പ്രധാനപ്പെട്ട സാംസങ് ഡെക്സ് ഫീച്ചറും ഇതിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. സാംസങ് ഡെക്സ് ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ മിറർകാസ്റ്റ് ഫീച്ചറുള്ള ഒരു TV ആണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു TV ചെറിയൊരു ഡെസ്ക്ടോപ്പായിട്ടൊക്കെ തന്നെ മാറ്റാനായിട്ട് സാധിക്കും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കീബോർഡ് മൗസും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ടും പറ്റും. നേരത്തെ ഈ ഡെക്സ് ഫീച്ചർ വയർഡ് ആയിരുന്നു. ഇപ്പം സാംസങ് നോട്ട് 20 അൾട്രയിൽ അത് വയർലെസ് ആക്കിയിട്ടുണ്ട്. സാംസങ് മൈക്രോസോഫ്റ്റുമായിട്ടുള്ള തങ്ങളുടെ ടൈപ്പ് സാംസങ്ങിൻ്റെ കഴിഞ്ഞ ലോഞ്ചിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നോട്ട് 20ൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് വിൻഡോസ് റൺ ചെയ്യുന്ന ഏതൊരു ലാപ്ടോപ്പുമായിട്ട് സിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ആ ലാപ്പിൽ നമുക്ക് നോട്ട് 20ലെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് മറ്റ് പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. വാട്സാപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഈവൻ നമുക്ക് കോൾ വരെ ലാപ്പിൽ കണക്ട് ചെയ്തുകൊണ്ട് വിളിക്കാൻ പറ്റുമെന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. കൂടാതെ തന്നെ സാംസങ്ങും മൈക്രോസോഫ്റ്റിൻ്റെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സ്ബോക്സും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് എക്സ്ബോക്സിൻ്റെ നിരവധി ഹൈ ഡിമാൻഡിങ് ഗെയിംസൊക്കെ തന്നെ നമുക്കിനി നോട്ട് 20ൽ കളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നോട്ട് 20യുടെ ഗെയിമിംഗ് ബണ്ടിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് എക്സ്ക്ലൗഡ് സ്ട്രീമിങ്ങിൽ 100ൽ പരം ഗെയിംസും ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഗെയിമിംഗ് ബണ്ടിൽ അടങ്ങുന്ന ജോയ്സ്റ്റിക്കിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ 3 മാസത്തേക്കുള്ള എക്സ്ബോക്സ് ഗെയിം പാസ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഇതിലൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നത് ആൻഡ്രോയിഡിലുള്ള പോലത്തെ ഗെയിംസ് ആണെന്ന് വിചാരിക്കരുത്. വളരെയധികം ഹൈ ഡിമാൻഡിങ് ഗെയിംസ് ആയിട്ടുള്ള ഫോർസ ഹൊറൈസൺ പോലുള്ള ഗെയിമുകളൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് നോട്ട് 20ൽ എക്സ്പീരിയൻസ് ചെയ്യാനും കളിക്കാനായിട്ടൊക്കെ തന്നെ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നോട്ട് 20 8GB 256GB വേരിയൻറ്റ് 77,999 രൂപയ്ക്കും, നോട്ട് 20 അൾട്ര 12GB 256GB വേരിയൻറ്റും 1,04,999 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. ശ്രദ്ധിക്കുക, നോട്ട് 20 4G വേരിയൻറ്റിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നോട്ട് 20 അൾട്ര 5G വേരിയൻറ്റിലും അവൈലബിൾ ആണ്. കൂടാതെ പ്രീ ഓർഡറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തൊട്ടപ്പുറത്തേക്കുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതുവരെ ഗുഡ് ബൈ.